റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനത്തിന്റെ ഭാഗമായുള്ള പരേഡാണ് അതിന്റെ തത്സമയ സംപ്രേഷണം. आज भारत की रक्षा सेनाएं भारत के गौरव को विश्व विख्यात कर रही हैं। भारतीय रक्षा सेनाओं ने प्राचीन काल से भारत के गौरव को स्वर्णिम अक्षरों में रेखांकित किया है। युद्ध भूमियों, आंतरिक सुरक्षा, प्राकृतिक आपदा या फिर राष्ट्र निर्माण, भारतीय सेनाएं सदैव तत्पर है राष्ट्र रक्षा के। भारतीय सेना के शूरवीरों की वीरता हर भारतवासी का गौरव है। ठीक है, बाकी कलर सही है। ओके। ये वो वीर पुत्र है जो बर्फीली चोटी पर रहे सारे मौसम सहते, भूखे प्यासे रहकर लड़ते हैं, सीने पर हंस गोली खाते। हमेशा से हमारे देश की थल सेना, वायुसेना, नौसेना और अन्य सुरक्षा बल सेनानी अदम्य राष्ट्र अखंड भक्ति और प्रचंड शक्ति से റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനമായ ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങാണ്. വിജയ് ചൌക്കിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പരേഡ് വീക്ഷിക്കാൻ എത്തിയിരിക്കുന്നു. विजय चौक जहां पर आगमन हो रहा है देश വിജയ് ചൌക്കിലെ ബീറ്റിംഗ് ദ റിട്രീറ്റ് ചടങ്ങാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപനമാണ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയും രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ ഉള്ളവർ അവിടെ സന്നിഹിതരാകുന്നുണ്ട്. ആർ അച്യുതൻ ചേരുന്ന വിവരങ്ങളുമായി. അച്യുതൻ, എന്തൊക്കെ ചടങ്ങുകളാണ് ഇന്ന് അവിടെ നടക്കുന്നത്? ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള അതിൽ പങ്കെടുത്ത എല്ലാ കണ്ടിജൻസിനും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളിൽ പങ്കെടുത്തവർക്കുമുള്ള ഒരു യാത്രയയപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. പൊതുവെ കഴിഞ്ഞ കാലങ്ങളിൽ മുതൽ ഈ ബാൻഡ് മേളവും മറ്റ് വാദ്യോപകരണങ്ങളും നൃത്തമടക്കമുള്ള പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ലേസർ ഷോ അടക്കം കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തവണയും വലിയ രീതിയിൽ വർണ്ണാഭമായ രീതിയിലുള്ള ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ചടങ്ങാണ് ഈ റിട്രീറ്റിംഗ് ഫംഗ്ഷൻ എന്നുള്ളത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ കുതിരപ്പടയാളികളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ ചടങ്ങിലേക്ക് കരസേനാ മേധാവി, നാവികസേന, വ്യോമ സേനാ മേധാവികൾ അടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കും. നിലവിൽ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ഒപ്പം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ എന്നിവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൽ പങ്കെടുത്ത കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കുമുള്ള ഒരു യാത്രയയപ്പ് ചടങ്ങാണ്. രാജ്യത്തിന്റെ വലിയ വിപുലമായ രീതിയിൽ നടത്തിയ ഒരു റിപ്പബ്ലിക് ദിന ആഘോഷമായിരുന്നു. നാരി ശക്തി പ്രകടമായിരുന്ന ഏതാണ്ട് 80% വനിതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരേഡായിരുന്നു ഇത്തവണ ഇന്ത്യ ഈ റിപ്പബ്ലിക് ദിനത്തിൽ ഒരുക്കിയത്. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റിയാണ് ഈ റിട്രീറ്റ് സെറമണി എന്നുള്ളത്. എന്തായാലും നിലവിൽ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ രാഷ്ട്രപതി ഭവനിൽ നിന്നും കർത്തവ്യ പത്തിലേക്ക് കുതിരപ്പടയാളികളുടെ അകമ്പടി കൂട്ടി വരുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇതിനുശേഷം വലിയ രീതിയിലുള്ള പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. യൂറോപ്യൻ ആർമിയുടെ ഒരു ഭാഗമായിട്ട് അവർ ഇത്തരത്തിൽ യുദ്ധം കഴിഞ്ഞു വരുന്ന സൈനികർക്ക് വലിയ രീതിയിലുള്ള ഒരു ചടങ്ങ് ഒരുക്കാറുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ആ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി അത് കടമെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു ചടങ്ങ് ഇന്ത്യയും ഇതിന്റെ ഭാഗമായി നടത്തുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ രാഷ്ട്രപതി വരുന്നതാണ് കാണുന്നത്. ഇനി വലിയ രീതിയിലുള്ള കലാപരിപാടികളും ഒപ്പം ബാൻഡ് മേളങ്ങൾ അടക്കമുള്ള വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. വലിയ രീതിയിലുള്ള ഒരു ആഘോഷമായിരുന്നു കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഉണ്ടായിരുന്നത്.
എല്ലാ കണ്ടിജൻസിലെ പലതും വനിതകളായിരുന്നു. ചില കണ്ടിജൻസിനെ നയിച്ചിരുന്നത് തന്നെ വനിതാ കമാൻഡർമാരായിരുന്നു. അങ്ങനെ നാരി ശക്തി വിളിച്ചോതിയുള്ള ഒരു റിപ്പബ്ലിക് ദിന ആഘോഷമായിരുന്നു ഈ കഴിഞ്ഞ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ്, അതുപോലെ 3 സേനകളുടെയും തലവന്മാർ എന്നിവരും ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം അന്ന് പരേഡിൽ പങ്കെടുത്തവരടക്കം ഇവിടെ ഉണ്ട്. അവരെല്ലാവരും ഈ ഒരു ഫംഗ്ഷന്റെ, ഈ ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുക്കും. രാഷ്ട്രപതി ഇപ്പോൾ विजय चौक पर आगमन हो रहा है तीनों सेनाओं की सर्वोच्च कमांडर, देश की प्रथम नागरिक, भारत की माननीय राष्ट्रपति श्रीमती द्रौपदी मुर्मू का। റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ സമാപന ചടങ്ങായ ബീറ്റിംഗ് ദ റിട്രീറ്റ് ആണ് വിജയ് ചൗക്കിൽ നടക്കുന്നത്. സർവ്വസൈന്യാധിപ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആ ചടങ്ങിലേക്ക് എത്തുന്നു. പരമ്പരാഗതമായി കുതിരവണ്ടിയിലാണ് എത്തുന്നത്. ഇത് ബ്രിട്ടീഷ് സൈനിക ചടങ്ങിൻ്റെ നിന്നും സ്വാംശീകരിച്ച ഒരു ഇന്ത്യൻ രൂപം എന്ന് പറയാം. സംഗീതത്തിന് പ്രാധാന്യമുള്ള ഈ ബാൻഡ് സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു ചടങ്ങ് കൂടിയാണ്. ആ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട്. അച്യുതൻ ചേരുന്നു. അച്യുതൻ, ബ്രിട്ടീഷ് പാരമ്പര്യത്തിൽ നിന്ന് സ്വാംശീകരിച്ച ഒരു ചടങ്ങ്, അതിൽ ഇന്ത്യൻ സംഗീതവും വാദ്യോപകരണങ്ങളും ശംഖനാദവും ഒക്കെ ചേരുന്ന ഒരു ദൃശ്യ ശ്രവ്യ വിരുന്നു കൂടിയാണല്ലോ അല്ലേ ഈ ചടങ്ങ്? ഗോകുൽ, ഇതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, ഇത് റിപ്പബ്ലിക് ദിനത്തിനു ശേഷം 3 ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഈ ഒരു ചടങ്ങ് വർഷങ്ങളായി തന്നെ നടത്തി വരുന്നത്. അതായത് ജനുവരി 29 വർഷങ്ങളായി ഈ റിട്രീറ്റിംഗ് സെറിമണി രാജ്യം ആചരിച്ചു വരുന്നത്. ഈ പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുത്ത എല്ലാ സൈനികർക്കും അവരെ അവരുടെ റെജിമെന്റുകളിലേക്ക് മടങ്ങുന്നതിന്റെ ഒരു സൂചകമായി അവർക്ക് എല്ലാ തരത്തിലുള്ള വിരുന്നും ഒരുക്കി അത്തരമൊരു യാത്രയായി പിന്നെ
संरक्षक सेक्शन नळगाव कदम कदम
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.